ഇന്നലെ ഞങ്ങൾ തളിപ്പറമ്പിലാണ് നിന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ ഒരുപാട് റിലേറ്റീവ്സും പരിചയക്കാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാരെ കണ്ട് പിന്നെ പപ്പാമനെയും ഉമ്മാമനെയും എടുത്തിട്ട് ഞങ്ങൾ നേരെ കരിങ്കലത്തണ്ണിലേക്ക് പിന്നെയും വിടും. അൽഫ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇന്നലെ റൂം എടുത്ത് നിൽക്കുന്നത് അവിടെ. പഴയ കാലത്തിൻ്റെ ഗാംഭീര്യം ഒട്ടും ചോരാതെ ഇന്നും തലയുയർത്തി നിൽക്കുന്ന കുപ്പംപാലം, അടിയിലൂടെ ഒഴുകുന്ന കുപ്പംപുഴയും, ഇടയ്ക്കിടെ പെയ്യുന്ന നേർത്ത മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഈ മണ്ണിലൂടെയുള്ള യാത്ര നേരെ പഴയങ്ങാടിയിലേക്ക്. യാത്രകൾ എത്ര മനോഹരമാണെങ്കിലും അതിൻ്റെ അവസാനം പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് വേറെ തന്നെയാണ്. നമ്മൾ എളാപ്പയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. എളാപ്പയുടെ വീട്ടിൽ കയറിയപ്പോൾ എൻ്റെ കണ്ണ് ആദ്യം അടക്കിയത് തന്നെ ലിവിങ് റൂമിലെ ഈ ഷെൽഫിലേക്കാണ്. അഭിമാനത്തോടെ നിരത്തി വച്ചിരിക്കുന്ന ഒട്ടനവധി ട്രോഫികളും മെഡലുകളും. ഇതെന്റെ എളാപ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നതാണ് എളാപ്പാനെ. കുറെ സമയം നമ്മളിവിടെ വന്നിട്ട് ഭയങ്കര സമയമില്ലാത്ത സമയത്ത് വന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. നല്ല സമയത്ത് ഒന്നും കുറെ സമയം നോക്കിയിരിക്കായിരുന്നു. ഞങ്ങള് രാവിലെ ആദ്യം തന്നെ ഞാൻ എളാപ്പാനെ കാണാനാണ് വന്നത്. എൻ്റെ ഉപ്പാപ്പനും ഉമ്മാപ്പനൊന്നും കാണാൻ പോയിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം ഇങ്ങോട്ടേക്ക് വന്ന് ഇവരെ കണ്ട് ഇനി വേറൊരു എളാപ്പ ഇവിടെയുണ്ട്. അപ്പൊ അവിടെയും കൂടി കണ്ടിട്ട് വേണം പോവാൻ. ഇതാണ് എളാപ്പാന്റെ വീട്. ഞങ്ങൾ കൂടുതൽ വീഡിയോ ഒന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല, ഇത് മാത്രം എടുത്തുള്ളൂ. ഇത് പിന്നെ എളാപ്പാന്റെ വൈഫാണ്, നൗഷീബ എന്നാണ് പേര്. ജംഷിയാപ്പാൻ്റെ വീടിന് ചുറ്റും പച്ചപ്പാണ്. കവുങ്ങും അടക്കയും വിവിധ തരം ചെടികളുമായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു ലോകമാണിത്. ഓരോ കവുങ്ങിലും കുലച്ചു നിൽക്കുന്ന അടക്കകൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഈ കൃഷിയെ ഇവർ പരിപാലിക്കുന്നതെന്ന്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഇത്രയും ശുദ്ധവായു ശ്വസിച്ച് ഈ പച്ചപ്പിനിടയിൽ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ചുറ്റുമുള്ള ചെടികൾ നൽകുന്ന കുളിർമ ഒന്ന് വേറെ തന്നെയാണ്. ജംഷിയാപ്പാൻ്റെ വീട്ടിലെ സ്നേഹ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. ഇനിയുള്ള യാത്ര കണ്ണൂരിൻ്റെ മറ്റൊരു വിസ്മയത്തിലേക്കാണ്, മാടായിപ്പാറ. വഴിതെറ്റാതിരിക്കാൻ ജംഷിയാപ്പുയും മുന്നിൽ തന്നെ പൈലറ്റായി കൂടെയുണ്ട്. ഒടുവിൽ ഞങ്ങൾ ആ വിസ്മയഭൂമിയിൽ എത്തിച്ചേർന്നു. കണ്ണൂരിൻ്റെ പച്ചപ്പിന് നടുവിൽ ഒരു കല്ലുപാളിയായി കിടക്കുന്ന ഈ പ്രദേശം ഓരോ സീസണിലും ഓരോ വേഷമാണ് അണിയാറുള്ളത്. ഞങ്ങൾ എത്തുമ്പോൾ പാറപ്പരപ്പിൽ നീല വെളിച്ചം പരത്തിക്കൊണ്ട് കുറച്ച് കാക്കപ്പൂക്കൾ ബാക്കിയുണ്ടായിരുന്നു. കുന്നിൻ മുകളിലെ തണുത്ത കാറ്റും അങ്ങ് ദൂരെ കാണുന്ന ഏഴിമലയുടെ കാഴ്ചയും ഒക്കെയായി മാടായിപ്പാറ ഞങ്ങളെ വരവേറ്റു. കാക്കപ്പൂക്കൾ മാത്രമല്ല, മാടായിപ്പാറ തൻ്റെ സഞ്ചിക്കുള്ളിൽ കരുതി വെച്ച നിറങ്ങൾ ഇനിയുമുണ്ട്. തുമ്പപ്പൂവും നീലപ്പട്ട് വിരിച്ച പാറപ്പരപ്പിനുള്ളിൽ പർപ്പിൾ നിറത്തിൽ മറ്റു പൂക്കളും തേൻ നുകരാൻ വന്ന കുഞ്ഞൻ തേനീച്ചയും ഒക്കെ ഇവിടെ സുലഭമാണ്. ഞങ്ങള് ജംഷിയാപ്പാന്റെ സോഫന്റെ മുകളിലാട്ടോ ഇരിക്കുന്നത്. ഇതാണ് ജംഷിയാപ്പാന്റെ സോഫ. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലം ഇത്. അപ്പൊ ഏഴിമല എന്ന് പറയുന്ന സാധനം അതാ, ആ കാണുന്ന സാധനം ഏഴിമല. അതിന്റെ തൊട്ടപ്പുറം കടല. അപ്പൊ എപ്പോഴും നല്ല ഓക്സിജൻ, നല്ല എയർ ആയിരിക്കും ഇങ്ങോട്ടേക്ക്. അപ്പം ഇവിടെ കാറ്റൊന്നുമില്ല. നമ്മൾ രാവിലെ ആട്ടോ വന്നത്. അപ്പം നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഞാൻ കാക്കപ്പൂ കാണാൻ വേണ്ടി വന്നതാ. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാക്കപ്പൂ ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ. അപ്പൊ അതൊക്കെ പറിച്ചിങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. അപ്പൊ അത് കാണാൻ കുറേ വർഷങ്ങളായി ഞാൻ കണ്ടിട്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മാടായിപ്പാറയിലാണ് വന്നിട്ടുള്ളത്. മാടായിപ്പാറയിലെ ആ വിശാലമായ കുന്നിൻ മുകളിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കസേരകളൊന്നും വേണ്ടി വന്നില്ല. കാരണം എളാപ്പ കാണിച്ചു തന്ന എളാപ്പയുടെ സ്പെഷ്യൽ സോഫ കൂടിയുണ്ട്. എളാപ്പയും കൂട്ടുകാരും വൈകുന്നേരങ്ങളിൽ സവാരിക്കിറങ്ങി കാറ്റുകൊള്ളാൻ ഇരിക്കുന്ന സോഫയാണിതെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സ്കൂളിൽ ഇതുപോലൊരു സോഫ. ഞാനും അഖിലയും സിജിയും സുജിനയും ഇരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ പ്രകൃതി ഒരുക്കിയ കല്ലു സോഫ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജംഷിയാപ്പ ഡ്യൂട്ടി ഉണ്ടായതിനാൽ വണ്ടിയെടുത്ത് പോയി. പിന്നെ ഞങ്ങൾ തനിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഒരുപാടൊന്നും കാക്കപ്പൂവില്ല കേട്ടോ. ഈ ഒരു കുഞ്ഞു കുറച്ച് ഭാഗത്തേ ഉള്ളൂ. അപ്പം മാടായിപ്പാറയിൽ കാക്കപ്പൂ തേടി വരുന്ന ആൾക്കാർക്ക് കാണാൻ മാത്രം ഒരുപാടൊന്നുമില്ല. ഫോട്ടോയിൽ കാണുന്ന ഒരു ഇത്തിരി ഉണ്ട്. പക്ഷെ കാക്കപ്പൂ ജസ്റ്റ് കാണണമെന്നുള്ള ആൾക്കാർക്കൊക്കെ കാണാം. ഞാൻ പറിച്ച് കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഉണ്ടായിക്കാൻ നല്ല ഭംഗിയാട്ടോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആരും ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാക്കപ്പൂവല്ല ഈ കാണുന്നത്. ഇതാണിപ്പോൾ ഇവിടെ കുറേ ഉള്ളത് കാക്കപ്പൂവിനേക്കാളും. ഇത് കാക്കപ്പൂവല്ല, ഇതാണ് കാക്കപ്പൂ. ഇവിടെ ഉള്ള കുറച്ചുള്ളതാണ് കാക്കപ്പൂവ്. ഇതാണ് കാക്കപ്പൂ കേട്ടോ. ഇത് ഞാൻ കുറച്ച് പറിച്ച് കയ്യിൽ വെച്ചതാണ്. ഈ കാണുന്നത് ഇതിൻ്റെ മൊട്ട എന്തോ ആണ്. ഇതും ഈ കാക്കപ്പൂവിൻ്റെ അടിയിലുണ്ടാവുക. അല്ലും കുറച്ച് പൂക്കളൊക്കെ വെറൈറ്റി പൂക്കളൊക്കെ വെച്ച് പിടിച്ചിട്ട് ഒരു പൊക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുട്ടി പൊക്ക. ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ കാക്കപ്പൂട്ട്. ഒരു ഇത്തിരി കാക്കപ്പൂവേ ഉള്ളൂ. പിന്നെ ഇതാണ് മാടായിപ്പാറ, വലിയ പാറ കേട്ടോ. ഇവിടെ കുറേ സ്ഥലമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാക്കപ്പൂ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഒരുപാട് കാക്കപ്പൂ ഉള്ള പോലെ തോന്നുന്നത്.
ഒരുപാടൊന്നുമില്ല. പക്ഷെ ഇത് വിരിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെയാണ്. ഇത് നീലക്കുറിഞ്ഞി പോലെയല്ല കേട്ടോ, ഇത് എല്ലാ വർഷവും പൂക്കും. കാണുമ്പോൾ ഇത് ഒരു മല മൊത്തം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി നീലക്കുറിഞ്ഞി പൂത്ത പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ. ഇത് എല്ലാ വർഷവും ഈ ഒരു സമയത്ത്, ഈ ഓണക്കാലം ആകുമ്പോഴേക്കാണ് ഇത് പൂക്കുന്നുണ്ടാവുക. മഴയൊക്കെ വന്ന് ഒരു ചെറിയ വെയിലുദിക്കുന്ന ആ ഒരു സമയത്തില്ലേ, അപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവല്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഈ പൂവ് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ തളിപ്പറമ്പ് മോഡേൺ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വലിയ ഗ്രൗണ്ടാണ്, ഇതേപോലെയാണ് ഏകദേശം പാറയും അതേപോലെ ഇങ്ങനെ വലിയ ഗ്രൗണ്ടായിരുന്നു മുമ്പ് കേട്ടോ. ഇപ്പോൾ അവിടെ കോമ്പൗണ്ടൊക്കെ ആക്കി ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഇത് പറിച്ചിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ടേബിളിൻ്റെ മുകളിൽ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നല്ല സ്മെല്ലും ആണ് കേട്ടോ, ഭയങ്കര അടിപൊളി സ്മെല്ലല്ല, ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും ഇതിന്. റൈറ്റ് വാറ്റൽഡ് ലാപ്വിങ് അഥവാ ചെമ്പൻ തിത്തിരി പക്ഷി. ഡിഡ് യു ഡു ഇറ്റ് എന്ന് ചോദിക്കുന്നത് പോലെ പ്രത്യേക ശബ്ദമുണ്ടാക്കി പറക്കുന്ന ഈ പക്ഷികൾ മാടായിപ്പാറയിലെ നിത്യ സന്ദർശകരാണ്. മാടായിപ്പാറ വെറുമൊരു പാറക്കൂട്ടമല്ല, ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. ഈ കാണുന്ന തെളിനീർക്കുളം ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ ജീവനാഡിയാണ്. കുളത്തിലെ വെള്ളത്തിൽ കൂട്ടമായി നീന്തിത്തുടിക്കുന്ന കുഞ്ഞു പരൽമീനുകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. പ്രകൃതി അതിൻ്റെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് ഇത്രയും മനോഹരമായി നിലനിർത്തുന്നത് എന്ന് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. പ്രകൃതിയും ജീവജാലങ്ങളും ഇത്രയും ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ് തോന്നിയത്. ഇത് മാടായിപ്പാറന്റെ വേറൊരു ഭാഗാട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളമാണ്, ഈ വെള്ളത്തിൽ വലിയ ആഴമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്തായാലും. പക്ഷെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടി കുട്ടി മീനുകളൊക്കെ ഉണ്ട്. പല്ലു ഇത് അവിടുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് പുതിയ മീൻ പിടിക്കൽ മെത്തേഡാണ് അല്ലെ അല്ലു? അല്ലു മുക്കുവൻ മീനെ വല്ലതും കിട്ടിയോ? എന്ത് മീനാണ് ഇവിടെ ഇരിക്കുന്നത്? മീനിന്റെ പേരെന്താണ്? എന്ത് മീനെയാണ് താങ്കൾ ചൂണ്ടയിട്ട് പിടിക്കുന്നത്? ടിഷ്യൂ ചൂണ്ട? പറയൂ പറയൂ. മീൻ അതിൽ കയറുന്നോ അവന്റെ വിചാരം? പൊട്ടൻ. പരൽ മീനുകൾ ഓടിക്കളിക്കുന്ന മാടായിലെ ഒരു ചെറിയ കുളം. ചെറിയ കൊള്ളാട്ടോ, വലുതൊന്നല്ല, കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. നീന്താൻ പറ്റുന്നില്ല എന്തുകൊണ്ട്, ചളിയൊക്കെയാണ്. അവിടെ മീനൊക്കെ കാണുന്നുണ്ടോ? ഇഷ്ടം പോലെ മീനുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ ക്ലിയർ ആയി കിട്ടുന്നില്ല മീനുകളെ. മീൻ പിടിക്കൽ വിദ്യയുമായി അല്ലു ഇറങ്ങിയിരിക്കുന്നു. ലേസിന്റെ പാക്കറ്റിൽ മീൻ കയറും എന്ന വിശ്വാസത്തിലാണ് അവൻ. നിന്റെ കൈ എടുക്കാന്നാലേ പോകുള്ളൂ. അവനെ പേടിച്ചിട്ട് മുതലാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ മീനുകളും പോകുന്നുണ്ട്. മീൻ വരുന്നുണ്ട്. എന്താ തുമ്പിയുണ്ടോ? പറഞ്ഞ പോലെ മീൻ വരുന്നുണ്ട് കേട്ടോ. കയറും ഉണ്ടോ? ഇഷ്ടം പോലെ മീനുകൾ കണ്ടോ? മീനുകൾക്ക് ലേസിന്റെ മണം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഉള്ളി കയറിയിട്ടില്ല, അതൊന്ന് കയറി. ഓ, അല്ല മീൻ പിടിച്ചിരിക്കുന്നു, വിജയകരമായി പിടിച്ചിരിക്കുന്നു. അങ്ങനെ ലേസിന്റെ പാക്കറ്റിൽ മീൻ പിടിക്കൽ വിദ്യ. അയ്യോ, ഈ മീനുകളൊക്കെ ലേസ് എവിടെ പോയി എന്ന് പരുതിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മീനിനെ വിജയകരമായി പിടിച്ചിട്ട് അതിനെ വെള്ളത്തിലിട്ട് അടുത്ത മീനിനെ പിടിക്കുന്ന അല്ലു സൈക്കോ. അവൻ്റെ വിചാരം ഇപ്പം മീൻ കിട്ടുന്ന. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു തവണ മീൻ കിട്ടിയിരുന്നില്ല, പാക്കറ്റ് മാത്രമേ. എനിക്കൊന്ന് ലൈസിൻ്റെ മണം ഒക്കെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് പോയിട്ട് ഇപ്പം അതിൽ മീനൊന്നും കയറാത്ത അവസ്ഥ വന്നത്. ഇപ്പം ഇതിൽ മീനൊന്നും കയറിയിട്ടില്ല. ലേസ് വിജയിച്ചപ്പോൾ എന്താ ഇവിടെ മുട്ടായി കടലാസ് എടുത്തിട്ട് അടുത്ത പരീക്ഷണം. ലേസിന്റെ വളർന്ന് വലുതായി. ഞാനിപ്പോ വാദിഹുദയിലാണ് ഉള്ളത്. ഇപ്പൊ വാദിഹുദയിൽ ഫൈസൽ ഖാനെ കാണാൻ വന്നതാണ്. ഫാറൂഖ, അതേപോലെ സാജു സാഹിബ്, പിന്നെ ഞാനും ആര്യയുണ്ട്. ഫൈസൽ ഖാൻ ഇവിടുത്തെ എന്താണ് പൊസിഷൻ പറഞ്ഞിട്ട് അവരുണ്ട്. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഞാൻ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്, വാദിത ട്രസ്റ്റിന്റെ. അതുപോലെ വാദിത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡയറക്ടറാണ്. ഞാനിവിടെ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ CBSE സ്കൂളിന്റെ ഡയറക്ടറാണ്, ട്രസ്റ്റ് അംഗമാണ്. അതെ അതെ, നമ്മുടെ സ്കൂളിന്റെ പേര് പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ്. മോനവിടെ ഷാർജയിൽ പ്രോഗ്രസീവ് സ്കൂളാണ്. കണ്ടതിലൊക്കെ സന്തോഷം. ഞങ്ങള് കുറെ നാളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നാലൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ മാടായിപ്പാറ വന്നപ്പോ പിന്നെ ഇവരെ മിസ് ചെയ്യാണ്ട് പോക്ക് ശരിയല്ലാത്തോണ്ട് അങ്ങനെ ഇവരെ വിളിച്ചതാണ്. അപ്പൊ ശരി. ഞാൻ മുസ്തഫ ഇബ്രാഹിം, വാദിത ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഹെവൻസ് സ്കൂളിന്റെ ഡയറക്ടറാണ്. പിന്നെ അത്രേ ഉള്ളൂ.
എന്താന്ന് നിക്കൂ കടിച്ച് പറിക്കാണ്. കടിച്ചാ പറിച്ച് കടിച്ച് വിളിക്കാൻ പോകുന്ന ആരും കടിച്ച പറിച്ച്. നമ്മുടെ നാട്ടിലെ ഓൽച്ചാന്ന് പറയുന്ന സാധനമാണ് ഇവിടെ. ഓൽച്ചാണെന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇവര് കടിച്ചാ പറിച്ചാണ് അത്ര. കടിച്ച് പറിക്കുന്നതുകൊണ്ടായിരിക്കും കടിച്ചാ പറിച്ചെന്ന് പേര് വന്നിട്ടുണ്ടാവും.